ിലെ ഡ്രഡ്ജിംഗ് വൈകുന്നതിൽ അദാനി ഗ്രൂപ്പിന് ഫിഷറീസ് മന്ത്രിയുടെ അന്ത്യശാസനം. മാർച്ച് 31-നകം ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണമെന്ന് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അദാനി ഗ്രൂപ്പുമായുള്ള കരാർ അവസാനിപ്പിക്കുന്ന ഏപ്രിലിൽ പൊളിച്ച പുലിമുട്ട് പുനർനിർമ്മിക്കാനും ധാരണയായി. കഴിഞ്ഞ വർഷം ജൂലൈ 31-ന് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് നടത്താൻ അദാനി ഗ്രൂപ്പിനോട് നിർദ്ദേശിച്ചത്. 5 മാസം പിന്നിടുമ്പോഴും പ്രവർത്തനം പൂർത്തിയാകാത്തതിൽ മന്ത്രി സജി ചെറിയാൻ അതൃപ്തി അറിയിച്ചു. മാർച്ച് 31-നകം 5 മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കണം. ഓരോ ആഴ്ചയും പ്രവർത്തന പുരോഗതി അറിയിക്കണമെന്നും മന്ത്രി അദാനി ഗ്രൂപ്പ് പ്രതിനിധികളെ അറിയിച്ചു. മുതലപ്പുഴയിലൂടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ല് കൊണ്ടുപോകുന്നതിന് പ്രത്യുപകാരമായാണ് പൊഴിയിലെ ഡ്രഡ്ജിംഗ് ജോലി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചത്. എന്നാൽ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായിരുന്നില്ല എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിമർശനം. അതേസമയം കല്ല് നീക്കുന്നതിനുള്ള കരാർ ഏപ്രിലിൽ അവസാനിക്കും. കരാർ പുനഃസ്ഥാപിക്കേണ്ട എന്നാണ് സർക്കാർ തലത്തിലെ ധാരണ. കല്ല് കൊണ്ടുപോകാനായി പൊളിച്ച പുലിമുട്ട് പുനർനിർമ്മിക്കണമെന്ന പൊഴിയിലെ പ്രശ്നങ്ങൾ പഠിച്ച CWPRSും നിർദ്ദേശിച്ചിരുന്നു. തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്നതിനാൽ കരാർ നീട്ടാൻ അദാനി ഗ്രൂപ്പിലും താൽപര്യമില്ല. കരാർ അവസാനിക്കുന്നതിന് പിന്നാലെ പുലിമുട്ട് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും അദാനി ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.